ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനെന്നുള്ളത് എൻ്റെ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കാട് വെട്ടാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. ഇത് വനഭൂമിയാണ് കേട്ടോ, ഫോറസ്റ്റാണ്. കഴിഞ്ഞ സർക്കാർ പതിച്ചു നൽകിയ വനഭൂമിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ട്രൈബൽ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കും, എല്ലാവർക്കും ഒന്നുമല്ല, സ്ഥലം വീടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 570 അടുത്തോ അത്ര കുടുംബങ്ങൾക്കാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. കണ്ണംകുണ്ട്, പിന്നെ കൊടീരി, അതേപോലെ നിലമ്പൂർ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നെല്ലിക്കോയിൽ, ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്ഥലമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ കാടൊക്കെ വെട്ടാമെന്ന് വിചാരിച്ച് വന്നതാണ്. കാട് വെട്ടാനൊന്നും അറിയൊന്നുമില്ല, എന്നാലും എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ വെട്ടി. കുറച്ച് ഭാഗം വെട്ടിയിട്ടുള്ളൂ, കാരണം 40 സെൻറ്റ് സ്ഥലമുണ്ട്. അത് മൊത്തമായിട്ടും ഒരു ദിവസം കൊണ്ടൊന്നും എന്നെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറ്റണ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാടാണ്, ഫുള്ള് കാടാണ്. കാരണം ഫോറസ്റ്റ് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് കാടൊക്കെ വെട്ടി നന്നാക്കണ്ടാവും. ഇതൊരു അതിരാണ്, ഫുള്ള് കാടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പറയാനുള്ള കാര്യം ഞാൻ പറയാം, പക്ഷെ അത് ആകുമ്പോൾ പറയാം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വെട്ടാൻ വരുമ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറയും, നമ്മളെ നഗരത്തെ ആൾക്കാരിങ്ങനെ ചിലരൊക്കെ പറയും, ഇതെന്തിനാ അങ്ങനെ കാട് വെട്ടാൻ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കണത്? അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ITDPക്കാരോ അല്ലെങ്കിൽ സർക്കാരോ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് നന്നാക്കിക്കോളും, അവർ ശരിയാക്കി തന്നോളും, അങ്ങനെയാണ് പറയൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്ഥലം ഞാൻ നന്നാക്കണമല്ലേ, അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. അപ്പം ഞാൻ എൻ്റെ സ്ഥലം വെട്ടി കാട് വെട്ടി നന്നാക്കുക. അപ്പം ഞാനങ്ങനെ പറ്റണ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ പറ്റണ വീട്ടിൽ ഉള്ള ദിവസങ്ങളോ ഫ്രീ ആയി നിൽക്കുമ്പോൾ ഞാൻ വരും. അപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല. തയ്യൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, കുറേ മാവും പ്ലാവും പേരക്ക തണൽമരം അങ്ങനെ കുറേ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി, ഒന്നും ഇപ്പം ഇല്ല. അപ്പം രണ്ടാമത് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ കുറച്ച് തൈ കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, എന്നാലും നമ്മൾ ശ്രമിക്കുക, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതൊരു ഇവിടം വരെ സ്ഥലം, ഇവിടെ നിന്ന് പിന്നെ നേരെ അങ്ങോട്ടാണ്. ഇപ്പോൾ ഞാൻ നേരെ കാണിക്കുന്ന ഭാഗത്തേക്കാണ് പിന്നെ ബാക്കിയുള്ള ഭാഗം. അപ്പം അങ്ങനെ ഞാനൊരു സ്ഥലം കാണിക്കലുമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയലുമായി വിചാരിച്ചിട്ടാണ് വീഡിയോ പിടിച്ചത്. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് പട്ടയം തന്നിട്ടുണ്ട്. അതേപോലെ പട്ടയത്തിൻ്റെ കൂടെ രണ്ട് ഫോമുണ്ട്. അപ്പോൾ ആ ഫോമിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞത്, നമ്മളെ സ്ഥലത്തുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്നൊരു പറയുന്നുണ്ട് അതിൽ. പിന്നെ നമുക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാം, കൃഷി ചെയ്യാം. വേറെ ഈ സ്ഥലം വെച്ചിട്ട് നമുക്ക് പട്ടയം വെച്ചിട്ട് വേറെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതിൽ പറയുന്നുണ്ട്. അങ്ങനെ ആണ് ഞാൻ ആ ഇതിൽ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എല്ലാ മാസവും ഇവിടെ നന്നാക്കാൻ വരലുണ്ട്, കാട് വെട്ടാൻ വരലുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസമൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ മാസത്തിന് മുന്നത്തെ മാസം വന്നപ്പോഴേ ഇവിടെ കുറേ മരങ്ങൾ അന്ന് തന്നെ വെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് ആരാ വെട്ടിക്കൊണ്ടുപോയെന്നുള്ളതൊന്നും എനിക്കറിയില്ല, അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടും ഇപ്പോൾ നമുക്കിത് ആരോടാ പറയേണ്ടത് ഇല്ല, അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2-3 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതായി കാണുന്ന മരം കണ്ടില്ലേ, ഇത് വലിയൊരു മരമായിരുന്നു. വലിയൊരു മരം എന്ന് പറഞ്ഞാൽ നല്ലൊരു മരം. ഇതാരോ മുറിച്ചുകൊണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ ഒന്നും കൂടെ അല്ല, ഒരു കുറച്ചുണ്ട്. ഇപ്പോൾ അടുത്ത ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതും അങ്ങനെ തന്നെ പകുതിയിൽ നിന്നാണ് മുറിച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് പകുതിയിൽ നിന്ന് മുറിച്ചതാണ്. ഇനി കുറച്ച് അപ്പുറത്തായിട്ട് വേറൊന്നും മുറിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാം. ഇത് പോണ വഴി നമുക്കിങ്ങനെ ഓരോ ഭാഗങ്ങളിലാണ്, ഓരോ സ്ഥലത്തൊക്കെയാണ് ഓരോ ഭാഗം നമുക്ക് കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിൽ ഞാൻ തേക്ക് മുറിച്ചിട്ടതാണ് കണ്ടത്. തേക്ക് മുറിച്ചിട്ട് പൊന്തേൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്. ഇതുണ്ടല്ലേ, ഇതൊരു മരം. ഇതൊക്കെ വലിയ മരങ്ങളാണ്. ഇതൊക്കെ മുറിച്ചു. ആരാ മുറിച്ചതെന്നൊന്നും അറിയില്ല, അറിയാതെ തെളിവില്ല ആരാണ് എന്താണെന്നൊന്നും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒരു തേക്ക് മുറിച്ചിട്ടുണ്ട്. തേക്കിൻ്റെ ഒരു അത്യാവശ്യം വലിയതല്ല, എന്നാൽ മണ്ണല്ലാത്തൊരു തേക്ക്. ഇതിൻ്റെയൊക്കെ പകുതിയിൽ നിന്നാണ് മുറിക്കണതൊക്കെ. പകുതിയിൽ നിന്ന് മുറിച്ചിട്ട് പിന്നെ ഇത് ഉണങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മുറിച്ച് കൊണ്ടുപോവുക. ഇതിപ്പോൾ ഉണ്ടല്ലേ, ഇതും ഇതേപോലെ ഇത് തേക്കാണ്. ഇത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഞാൻ പറഞ്ഞില്ല നേരത്തെ, തേക്ക് മുറിച്ചിട്ട് പൊന്തേൻ്റെ ഉള്ളിലാക്കി വെച്ചു. പക്ഷെ ഇത് കണ്ടില്ല. അത് കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നത്തെ മാസം ഞങ്ങൾ ഇവിടെ കാട് വെട്ടാൻ ഞാനും അമ്മയും ആരൊക്കെ ഇവിടെ വന്നപ്പോൾ, ഈ കാട് വെട്ടി വന്നപ്പോഴാണ് ഈ തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ നല്ല ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ അമ്മയോട് പറയുകയും ചെയ്തു, അമ്മ അങ്ങനെ തേക്ക് മുറിച്ചിട്ടുണ്ട്, ആരാണാവുക. അപ്പം അമ്മ പറഞ്ഞു, ഫോറസ്റ്റ് ഏരിയ അല്ലേ, ഇപ്പോൾ സ്ഥലം കിട്ടിയത് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ വന്നുള്ളതൊക്കെ മുറിച്ചുണ്ടാവുമായിരിക്കും അമ്മ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള രേഖയിലൊക്കെ ഇപ്പോൾ മരം മുറിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ മുറിക്കണതല്ല, നമ്മളിത് കാട് വെട്ടാൻ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോഴത്തേക്ക് ഇത് മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 മരങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ഏകദേശ കണക്കൂട്ടിൽ ഇനിയും ചിലപ്പോൾ ഈ മരങ്ങളോടൊന്ന് മുറിച്ച് കൊണ്ടുപോകും. അത് എൻ്റെ സ്ഥലത്തുനിന്ന് മാത്രമല്ല കേട്ടോ, എൻ്റെ സ്ഥലത്തുനിന്ന് മാത്രമായിട്ടല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കുറേ ആൾക്കാർക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലം കിട്ടിയ അത്രയും ആൾക്കാരുടെ സ്ഥലത്തുനിന്നും ഇരുവിള്, പിന്നെ തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ പിന്നെ മരുത്, പിന്നെ അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ ഇവർ പകുതിയിൽ നിന്ന് പച്ചുള്ള മരങ്ങൾ ഇവർ മുറിക്കണം. അടിയിൽ നിന്ന് തന്നെ മുറിച്ചിട്ടിട്ട് ഇവർ പോവുകയാണ്. പക്ഷേ പിന്നെ അടുത്ത വരുമ്പോഴത്തേനും അത് ഉണങ്ങുമല്ലോ. അപ്പോൾ ഉണങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാവും. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്കിങ്ങനെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. കാരണം നമുക്ക് എന്താക്കി ഇങ്ങനൊരു ഇത് കണ്ടതുകൊണ്ട് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേക്ക്, ഈ ഉടമക്കാർ വീടൊക്കെ ആയി ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരുവിധം മരങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആവശ്യക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും എന്തായാലും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. പിന്നീടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.